ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബുള്ളിയൻ നോട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞു. ബുള്ളിയൻ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈനിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പല ഷേപ്പിൽ നമ്മൾ ചെയ്ത് പഠിക്കണം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടും അതുപോലെ തന്നെ കേർവ് ഷേപ്പിലും ഒക്കെ ചെയ്ത് പഠിക്കണം. ത്രെഡ് എടുത്തിരിക്കുന്നത് 6 ലെയറിലാണ്. ഇനി നമുക്ക് ഈ ഒരു അറ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. നീഡിൽ ഇതുപോലെ കുത്തി മുകളിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ അടുത്തുകൂടെ തന്നെ നേരെ താഴ്ത്തിയിട്ട് നമ്മുടെ സ്റ്റിച്ചിന് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കുത്തിയിട്ട് ഇതുപോലെ എടുക്കാം. നീഡിൽ മുഴുവനായിട്ടും വലിച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ത്രെഡ് നീഡിലൂടെ ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യില്ലേ, അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1-2 പ്രാവശ്യമല്ലേ നീഡിൽ ചുറ്റിക്കൊടുക്കുക. ഇത് ഒരു 8, 10 അതുപോലെ തന്നെ 15 വരെ നമുക്ക് ചുറ്റാവുന്നതാണ്. ഒത്തിരി ടൈറ്റായിട്ടും അതുപോലെ തന്നെ ഒത്തിരി ലൂസായിട്ടും ചുറ്റിയെടുക്കാൻ പാടില്ല. ഞാനിവിടെ 10 പ്രാവശ്യമാണ് ചുറ്റിയിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ഒരു വിരൽ കൊണ്ട് ഇതിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നീഡിൽ പതുക്കെ തിരിച്ചുകൊണ്ട് വലിച്ചെടുക്കുക. ഒറ്റയടിക്ക് വലിച്ചെടുക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. അതുകൊണ്ട് പതുക്കെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ വലിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് പോയിന്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പോയിന്റിലേക്ക് തന്നെ നീഡിൽ ഇറക്കി കൊടുക്കണം. പതുക്കെ വലിച്ചൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ നീഡിൽ ഇറക്കി കൊടുക്കാം. അങ്ങനെ നമുക്കൊരു ബുള്ളിയൻ നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാ ഷേപ്പിലും നമ്മൾ ചെയ്ത് പഠിക്കാം. ഓരോ സ്ട്രെയിറ്റ് ആയിട്ടും കേർവ് ആയിട്ടും ഒക്കെ ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡിലും കൂടി ചെയ്തൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലൂടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. നീഡിൽ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് 15 പ്രാവശ്യം അല്ലെങ്കിൽ 10 അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ നോട്ടിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ഇതുപോലെ ത്രെഡ് ചുറ്റി കൊടുക്കേണ്ടത്. ഇതുപോലെ ത്രെഡ് ചുറ്റിയതിന് ശേഷം ഒരു വിരലുകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നീഡിലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പതുക്കെ വലിച്ചെടുക്കാം. വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പോയിന്റിലാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പോയിന്റിൽ തന്നെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് കുറച്ച് ചെയ്ത് പഠിക്കാൻ വിഷമമുള്ള സ്റ്റിച്ചാണ്. അത് പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇതുപോലെ സ്റ്റിച്ച് ബോർഡിൽ മാർക്ക് ചെയ്ത അത്രയും പോർഷൻസിൽ ഞാൻ ബുള്ളിയൻ നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ബുള്ളിയൻ റോസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ ഫ്രഞ്ച് നോട്ട്, ബുള്ളിയൻ റോസ് അതുപോലെ തന്നെ ബുള്ളിയൻ നോട്ട് ഒക്കെ ഏകദേശം സിമിലറായിട്ട് വരുന്ന സ്റ്റിച്ചുകളാണ്. ബുള്ളിയൻ നോട്ട് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ബുള്ളിയൻ റോസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. താങ്ക്